ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയേണ്ടത് ഞാൻ മധുരയ്ക്ക് പോയത് എന്തിനാണ്, കൂടെ കൂടെ ഇവിടെ വന്നോണ്ടിരിക്കുന്നത് ആരാണ് അല്ലേ? ഈ 2 ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. അത് വിഷ്ണു അല്ല. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അതെല്ലാം മറന്ന് തിരിച്ചു വിളിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ടില്ല. എന്നെ അവിടെ നിന്ന് രോഹിത് അടിച്ചിറക്കി വിട്ട്. രോഹിത് വന്ന് വിളിക്കട്ടെ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അപ്പൊ പറഞ്ഞോളാം. വിടമ്മേ. സത്യമ്മ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക ശാരദാമ്മേ. സത്യമ്മ, അത് പിന്നെ ഇതാണ് വീട്. ഇറങ്ങ്. ഇറങ്ങാനാ പറഞ്ഞേ. വാ. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേന്ന്? ആരോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആരുമില്ലേന്ന്? എന്താ അവിടെ സംഭവം? ആരാ? ഒന്നിങ്ങ ഇറങ്ങിയോരോ? ഈ വന്നിരിക്കുന്നവരെ പരിചയമുണ്ടോ? ഇവരല്ലേ ഇന്നലെ ഇവിടെ വന്നത്? ഞങ്ങളെ രേഷ്മ ഒന്ന് കാണാൻ വന്ന. രേഷ്മ ഒന്ന് വിളിക്കാവോ? രേഷ്മ, രേഷ്മേ. എന്താ അച്ഛാ? ദേ, നിന്നെ കാണാൻ ആരൊക്കെയോ വന്നിരിക്കുന്നു. അല്ല, അകത്ത് കയറിയിരിക്കാം. വേണ്ട, ഇവിടെ ഒന്ന് സംസാരിക്കാവുന്നേ ഉള്ളൂ. കൊണ്ടുവന്ന തുണികളൊക്കെ എടുത്തു വയ്ക്കുക. ഇപ്പൊ വരും. അല്ല, അകത്തേക്ക് ഇരിക്കാന്നേ. കുഴപ്പമില്ല, രേഷ്മ വരട്ടെ. കണ്ടിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോവാനുള്ളതാ. ആ വിഷ്ണു, നീ എന്താ ഇവിടെ? അല്ല, വീട് എങ്ങനെ കണ്ടുപിടിച്ചു? അതെന്ത് ചോദ്യ രേഷ്മ? ഞാനിവിടെ നിത്യസന്ദർശകനല്ലേ. പിന്നെ എനിക്കെങ്ങനെ വഴിയേറ്റാന്? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ആകെ പോട്ടെ, ഈ വന്നിരിക്കുന്ന ആരാന്ന് മനസ്സിലായോ? ഇതെന്ത് ചോദ്യാടാ ചോദിക്കുന്നേ? ഇത് നിന്റെ മിസ്സസ് അല്ലേ? നീയല്ലേ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയത്? നിന്റെ ഭാര്യ ശാലിനി വിഷ്ണു, ജില്ലാ കളക്ടർ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നാലേ
ഈ ജില്ലാ കളക്ടറിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണ ഫലമായിട്ട് നമ്മൾ രഹസ്യമായിട്ട് മധുരയിൽ പോയിട്ട് വിവാഹം കഴിച്ചായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചെന്നോ? എവിടെ വെച്ച്? നീ എന്ത് ഉറക്കപ്പിച്ചായി വിളിച്ചു പറയുന്നേ? അതെ, വെറുതെ നാടകമൊന്നും കളിക്കണ്ട. ഞങ്ങൾ ഇന്നലെ വന്നപ്പോ നിങ്ങളുടെ അയൽപക്കക്കാരായ ചേച്ചിമാരെല്ലാം പറഞ്ഞു. വിഷ്ണു സാർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാര്യം അടക്കം പറഞ്ഞു. വെറുതെ ഇല്ലാത്തത് പറയരുത്. ഇല്ലാത്തൊന്നുമല്ല, നിങ്ങളുടെ മകൾ മധുരയ്ക്ക് പോയത് വിഷ്ണു സാറും രേഷ്മയായിട്ടുള്ള കല്യാണം നടത്താനാ. ദൈവമേ, ഇനി ഒന്നും വിളിക്കണ്ട. ഞങ്ങളോട് അവരെല്ലാം പറഞ്ഞു. എന്താ മോളെ, എന്താ ഇവരീ പറയുന്നൊക്കെ? പിന്നെ മധുരയിൽ പോയത് എന്തിനാ? ഓ, അപ്പൊ അതാണ് കാര്യം. പണിയൊപ്പിച്ചത് എന്റെ അയൽവക്കത്തെ സ്നേഹനിധികളായ ചേച്ചിമാര് തന്നെയാ. അവരിപ്രാവശ്യം ബലിയാടാക്കിയത് പാവം വിഷ്ണുവിനെ. കാര്യങ്ങളെല്ലാം ഏറെക്കുറെ അറിഞ്ഞതിനു ശേഷം ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി നുണകള് കണ്ടുപിടിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. പക്ഷേ അത് പോരല്ലോ മേഡം. ആരോപണത്തിൽ എന്റെ പേരും കൂടി ചേർത്താവുമ്പോ ഞാൻ മധുരയ്ക്ക് പോയത് എന്തിനാണെന്ന് നിങ്ങളെ തീർച്ചയായും അറിയിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട്. വിഷ്ണു എന്റെ കുട്ടിക്കാലത്തെ സുഹൃത്താ. ഇവൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്നുവെച്ച് വെറുതെ ഒരാളെ ബലിയാടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയേണ്ടത് ഞാൻ മധുരയ്ക്ക് പോയത് എന്തിനാണ്, കൂടെ കൂടെ ഇവിടെ വന്നോണ്ടിരിക്കുന്നത് ആരാണ്, അല്ലേ? ഈ 2 ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. അത് വിഷ്ണു അല്ല. ഇവിടെ വന്നോണ്ടിരുന്നതും ഞാൻ മധുരയ്ക്ക് പോയതും ദാ ഇവന്റെ കൂടെയാ. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ലടാ, ഒരു ചെറിയ സംശയം. പക്ഷേ ഈ സംശയം ആളുകളുടെ മനസ്സിനെ കൊല്ലുന്ന ഒന്നാ, കുടുംബം തകർക്കുന്ന ഒന്ന്. ഞാനും ഇവനും മധുരയ്ക്ക് പോയത് ഞങ്ങളുടെ ലക്ഷ്മി ഗാർമെന്റ്സിലേക്ക് തുണിയെടുക്കാനാ.